ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ആദർശ്. മക്കളെ, നമ്മുടെ ഓണം എക്സാമിൽ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കിക്കോ, ഫൈൻഡ് ദ ലാർജസ്റ്റ് ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഓഫ് പ്രൊഡക്ട്സ് വിത്തൗട്ട് ആക്ച്വൽ മൾട്ടിപ്ലിക്കേഷൻ. അതായത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാതെ ഇതില് ഏത് പ്രൊഡക്റ്റ് ആണ് വലുത് എന്നുള്ളതാണ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇത് ചെയ്യാൻ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ പഠിപ്പിച്ചു തരാൻ പോവുകയാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഈ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ മക്കൾ കമന്റ് ചെയ്യുക. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, റെഡി ആണല്ലോ? നോക്കാം. നമുക്ക് നോക്കേണ്ടത് 75 into 25 എത്രയാണെന്നാണ് അല്ലെ. 75 into 25 സിമ്പിൾ ആയിട്ട് കാണാനുള്ള ട്രിക്ക് നോക്കിക്കോ. 75 എനിക്ക് എന്ത് ചെയ്താം? 50 plus 25, ശരിയല്ലേ? അതേസമയം 25 എന്ന് പറയുന്നത് 50 minus 25, ശരിയാണോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ആണ്, ശരിയല്ലേ? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണെന്ത്? എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. അതുപോലെ ഇതിനെന്ത് ചെയ്താം? 50 സ്ക്വയർ മൈനസ് 25 സ്ക്വയർ. 50ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 2500 ആണ്. അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? 25ന്റെ സ്ക്വയർ. 25ന്റെ സ്ക്വയർ 625 കുറയ്ക്കണം. 2500 625 കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും 1875. വളരെ സിമ്പിൾ ആയിട്ട് ആൻസറിലേക്ക് വരാം. ഓക്കെ ആണല്ലോ? അപ്പോ നമ്മൾ 75 into 25 കണ്ടുപിടിച്ചു. ഇതിൽ ഏതാണ് വലുത്? 76 into 24 ആണ് അടുത്തതായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കിക്കേ, 76 into 24. 76 into 24 കാണാൻ 76നെ നോക്ക്, ഇതിന്റെ രണ്ടിന്റെയും ഈ രണ്ട് നമ്പറും കൂട്ടിയാൽ എത്രയാ? ഈ രണ്ട് നമ്പറും കൂട്ടിയാൽ 100 അല്ലെ? 100ന്റെ പകുതി 50. 50 പ്ലസ് 26 ആണ് 76. അതേസമയം 50 മൈനസ് 26 ആണ് 24 അല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ദിസ് ഈസ് ഈക്വൽ ടു 50 സ്ക്വയർ മൈനസ് 26 സ്ക്വയർ. 50ന്റെ സ്ക്വയർ നിങ്ങൾക്കറിയാം 2500 ആണ്. 26ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം 676. ഓക്കെ, കുറച്ച് നോക്കിക്കോ. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക 1824 എന്നുള്ള ആൻസർ ആണ്. ഇതിൽ ഏതാണ് വലുത്? ഇതിൽ വലുത് എന്ന് പറയുന്നത് ഓക്കെ 1875 ആണോ അതല്ല 1824 ആണോ? 1875 ആണ് വലുത്. സോ ഏതാണ് പ്രൊഡക്റ്റ് വലുത്? 75 into 25 is greater than 76 into 24. വലുതെന്ന് പറയുന്നത് 75 into 25 ആണ്. ഇതേപോലെ നിങ്ങളൊന്ന് ഈ 74 into 26 എത്രയാണെന്ന് ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഒന്ന് കണ്ടുപിടിച്ച് നോക്ക്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. ഇതല്ലാതെ ഒരു മെത്തേഡ് കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾക്കിപ്പോ 65 into 35 ചെയ്യണം എന്ന് വിചാരിക്കും വിത്തൗട്ട് ആക്ച്വൽ മൾട്ടിപ്ലിക്കേഷൻ. ഇത് ചെയ്യാൻ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഈ ഒരു ഐഡന്റിറ്റി ആണ്. XY is equal to, മക്കളെ ശ്രദ്ധിച്ചോ, XY is equal to ഈ രണ്ട് നമ്പറും കൂട്ടുക, പകുതി എടുക്കുക, ആ നമ്പറിന്റെ സ്ക്വയർ. ഓക്കെ, ഈ രണ്ട് നമ്പറും കൂട്ടുക, പകുതി എടുക്കുക, ആ നമ്പറിന്റെ സ്ക്വയർ മൈനസ് ഈ രണ്ട് നമ്പറും തമ്മിൽ കുറയ്ക്കുക, ആ നമ്പറിന്റെ പകുതി അതിന്റെ സ്ക്വയർ. ഈ ഒരു ഐഡന്റിറ്റി XY is equal to x plus y by 2 whole square minus x minus y by 2 whole square. ഇത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. നോക്കിക്കോ, ഇത് കാണാൻ എന്ത് ചെയ്യുക? ഈ രണ്ട് നമ്പർ കൂട്ടാം. 65ഉം 35ഉം കൂട്ടുന്നു, പകുതി എടുക്കുന്നു, സ്ക്വയർ. ഓക്കെ, ഒന്നുകിൽ നമുക്ക് ഇതേ നേരത്തെ ക്വസ്റ്റിൽ ചെയ്ത പോലെ 50 ആണ് ഈ നമ്പർ കൂട്ടിയിട്ട് പകുതി. 50 പ്ലസ് എത്രയാണ്? 15 ഇൻറ്റു 50 മൈനസ് 15. ഇങ്ങനെ ചെയ്താൽ ഡയറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് വരാനും പറ്റും. നോക്കിക്കോ, 50 എന്ന് പറയുമ്പോൾ 50 സ്ക്വയർ മൈനസ് 15 സ്ക്വയർ എന്ന് എഴുതാം. ഇനി ഈ മെത്തേഡിൽ എഴുതുമ്പോൾ 65 പ്ലസ് 35 by 2 ഹോൾ സ്ക്വയർ
minus 65 minus 35 by 2 whole square. ഓക്കെയോ 65ഉം 35ഉം കൂടെ കൂട്ടിയാൽ 100 by 2 square minus 65 35 കുറച്ചാൽ 30 by 2 square. ഇങ്ങനെ ചെയ്താലും ഇതിലേക്ക് തന്നെ വരും 50 square minus 15 square. ശരിയല്ലേ? 15ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 2500 മൈനസ് എത്രയാണ്? 15ന്റെ സ്ക്വയർ 225 ചെയ്ത് കഴിഞ്ഞാൽ 2275 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ ആണോ? സോ ഇതേ രീതിയിൽ മക്കളൊന്ന് 76 ഇൻറ്റു ഇതേ രീതിയിൽ നിങ്ങൾ 74 into 26 എത്രയാണെന്നൊന്ന് കണ്ടുപിടിക്കുക. ആൻസർ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് വേണ്ടി ദിവസവും 7:30 ഇനി ലൈവുകൾ ഉണ്ടാകും. സോ എല്ലാവരും ലൈവ് കാണാൻ വരിക. ഗംഭീരമായിട്ട് നമുക്ക് പഠിക്കാം.